രാജ്ഭവനിൽ നിന്ന് രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ രാഷ്ട്രപതി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്ന വാഹനവ്യൂഹം അല്പസമയത്തിനകം രാജ്ഭവൻ വിട്ടുവരും. രാജ്ഭവനിലെ റോഡാണ് ഇപ്പോൾ ദൃശ്യത്തിൽ പ്രേക്ഷകർ കാണുന്നത്. 7:25 രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 10-20 മിനിറ്റോളം യാത്ര ചെയ്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴി നിലയ്ക്കലിനുള്ള പ്രമാണത്തിൽ രാഷ്ട്രപതി വിമാനത്താവളത്തിലേക്ക് പോവുകയാണ്. രാഷ്ട്രപതി കവടിയ രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിമാനത്താവളത്തിൽ നിന്നാണ് പ്രമാണത്തേക്ക് രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ പോകുന്നത്. അവിടെ നിന്നും പമ്പയിലെത്തും. പമ്പ വഴി ശബരിമല സന്നിധാനത്തെത്തും. പമ്പയിൽ നിന്ന് കെട്ട് നിറച്ച് ഇരുമുടിക്കെട്ടുമായി മല കയറും. ശബരിമല സന്നിധാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രയുടെ വാഹന വ്യൂഹമാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം കവടിയ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം വരുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം ഏതാണ്ട് 10-20 മിനിറ്റിനുള്ളിൽ തന്നെ രാഷ്ട്രപതി തിരുവനന്തപുരം എയർപോർട്ടിലെത്തും. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പ്രമാണത്തേക്ക് എത്തും. ചില നേരിയ വ്യത്യാസങ്ങൾ ആദ്യത്തെ യാത്രയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. നേരത്തെ നിലയ്ക്കലിൽ ഇറങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും ഇപ്പോൾ പ്രമാണത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാലാവസ്ഥ പരിഗണിച്ചാണ്. നിലയ്ക്കലും പരിസര പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് പ്രമാണത്തിലേക്ക് യാത്ര മാറ്റിയിരിക്കുന്നത്. രാഷ്ട്രപതി ഹെലികോപ്റ്റർ മാർഗമാണ് എയർപോർട്ടിൽ നിന്ന് പ്രമാണത്തേക്ക് പോകുന്നത്.